സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമാണ് ഇപ്പോൾ വലിയ വിഷയമാക്കി CPM ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന OK വാസുവിനെ CPMലേക്ക് പിണറായി വിജയൻ കൈപിടിച്ച് കയറ്റുമ്പോൾ വാസു മാസ്റ്റർ മുമ്പ് ചെയ്തിരുന്ന വർഗീയതയും അല്ലെങ്കിൽ അക്രമമൊന്നും പിണറായിക്കോ അല്ലെങ്കിൽ CPMനോ അതൊരു വിഷയമല്ല. P ജയരാജനെ വെട്ടിനുറുക്കിയപ്പോൾ അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് ഇതേ വാസു മാസ്റ്ററാണ്. ആ വാസു മാസ്റ്ററെയാണ് പിന്നീട് പിണറായി 2 കൈയും നീട്ടി സ്വീകരിച്ചത്. അന്ന് പിണറായി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: RSSും BJPയും വിട്ടാൽ തന്നെ അവര് CPIMുമായി സഹകരിക്കാമോ എന്നെല്ലാമുള്ള ചിന്ത ചിലർക്കുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ചില സംശയങ്ങളാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. പ്രധാനം എന്തിനാണ്? അവർ നേരത്തെ ഉണ്ടായിരുന്ന RSSും വിട്ടു, BJPയും വിട്ടു. എന്നിട്ടവർ CPIMുമായി സഹകരിക്കാൻ തയ്യാറാവുക. ഒരു സ്ഥാനവും സ്ഥാനമാനം ഇന്നത് വേണമെന്ന് അവർ വിലപേശുന്നില്ല. അവർ CPIMുമായി സഹകരിച്ച് നിൽക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്തു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വാസു മാസ്റ്റർ, മറ്റൊരു പ്രധാന നേതാവ് അശോകൻ, ഇവർ രണ്ടാളും ആ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. വാസു മാസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ വാക്കാലേ വലിയ തോതിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളാണ്. അതെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്താപം രേഖപ്പെടുന്നൊരു നില അദ്ദേഹം ആ സമ്മേളനത്തിൽ തന്നെ സ്വീകരിച്ചു. ഒരു സ്ഥാനവും അദ്ദേഹം പ്രത്യേകമായി ഈ വന്നവരോ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം ഞങ്ങൾ പാർട്ടി പ്രവർത്തിക്കുന്നതിനാ ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരെ മാത്രം ഇങ്ങനെ വെച്ചിരിക്കാനല്ലല്ലോ, അവരെ സംരക്ഷിക്കണം. അതോടൊപ്പം ഇന്ന് ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരെ ഞങ്ങളോടൊപ്പം അണിനിരത്താനാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. എല്ലാ പാർട്ടികളും അതാണല്ലോ ചെയ്യുന്നത്. ആ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് കുറേശ്ശെ യേശുന്നുണ്ടെന്നാണ് ഈ പ്രതികരണം കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പാലക്കാട് സന്ദീപ് വാര്യരുടെ വിഷയം വന്നപ്പോൾ സന്ദീപ് വാര്യരെ ഏതാണ്ട് ഭീകരവാദിയെ പോലെയാണ് CPM ചിത്രീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സന്ദീപ് വാര്യരുടെ പഴയകാല വാക്കുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് CPM പത്രപരസ്യം പോലും ചെയ്തിരിക്കുന്നത്. വടകരയിൽ ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്രപരസ്യമാണ് CPMന്റെ ആയുധം. മുമ്പൊക്കെ പയറ്റി പരാജയപ്പെട്ട ഈ തന്ത്രം പാലക്കാട് വീണ്ടും പ്രയോഗിക്കുമ്പോൾ അത് CPMനെ തന്നെ തിരിഞ്ഞു കുത്തുമെന്നതിൽ തർക്കമില്ല.